Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റെസിപ്പി വെജിറ്റേറിയൻ അല്ല, നോൺ വെജിറ്റേറിയൻ ആണ്. പക്ഷേ അത് ചിക്കനോ മട്ടനോ ഒന്നുമല്ല. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഫിഷാണ്. ഫിഷ് എന്ന് പറയുമ്പോഴത്തേന് എന്നറിയോ, എനിക്ക് പൊതുവേ ഈ ഷെല്ലുള്ള ഫിഷിനോട് ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഈ പറഞ്ഞ പോലെ കൊഞ്ച്, ഞണ്ട്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളില്ലേ, അത് ഭയങ്കര നല്ല ടേസ്റ്റാണ്. പക്ഷേ ചില പേർക്കൊന്നും അത് കഴിക്കാൻ ഒക്കത്തില്ല. എന്നാന്ന് വെച്ചാൽ ചിലർക്ക് അലർജിയാണ്. അങ്ങനെയുള്ളവരൊന്നും ശ്രദ്ധിച്ചോണേ, കഴിക്കാനായിട്ട് പോകണ്ട. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ കൊഞ്ച് എന്നാ ഞാൻ വെക്കുന്നതെന്ന് അറിയാവോ, ഇത് കുറച്ച് തിരുവിതാംകൂർ ഭാഗത്തേക്ക് എന്ന് പറയാനൊക്കത്തില്ല. പക്ഷേ ഇത് എൻ്റെയും കൂടെ ഒരു കുറച്ച് വേർഷൻ ഇട്ടിട്ടുള്ള ഒരു കൊഞ്ചാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് കൊഞ്ച് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ചപ്പാത്തിയുടെ കഴിക്കാൻ വെക്കും, അപ്പത്തിൻ്റെ കൂടെ വെക്കും. പിന്നെ എന്നാ ഇത് ഇച്ചിരി ഗ്രേവി ആയിട്ട് വെക്കുവാന്നേൽ ചോറിനൊക്കെ ബെസ്റ്റാട്ടോ. എന്നാന്ന് വെച്ചാൽ ഒരു കാച്ചിമോരോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ പുളിശ്ശേരിയോ എന്നതേലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് മാത്രം മതി. എനിക്ക് ഏറ്റവും കൂടുതൽ എന്നാന്നോ, പച്ചക്കറി കഴിക്കുന്നതിനെക്കാട്ടിലും ഇഷ്ടം ഈ ചോറിൻ്റെ കൂടെ ഫോർ എക്സാമ്പിൾ പറയാം, നല്ല ചൂട് കുത്തരി ചോറും ഇച്ചിരി മട്ടൻ കറിയും കൂടെ മാത്രം ഒന്ന് കഴിച്ചു നോക്കി, എന്നാ ടേസ്റ്റാണ് അല്ലേ. അതേപോലെ ഈ കൊഞ്ചൊക്കെ ഇങ്ങനെ കഴിക്കാനായിട്ട് ഭയങ്കര നല്ല ടേസ്റ്റാണ്. ഇത് എളുപ്പത്തിൽ ചെയ്യാവുന്നൊരു കാര്യമാണ്. അതല്ല പതുക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പതുക്കെ ചെയ്യാം. ഏത് വേണമെങ്കിലും നമ്മുടെ സമയം പോലെ. അതാ പറഞ്ഞത്, ഇത് എല്ലാ ഓപ്ഷൻസും അടങ്ങിയേക്കുന്ന ഒരു കറിയായത്. ഇതിനകത്ത് പ്രത്യേകിച്ച് പുറത്തു നിന്നൊന്നും ഇന്നതുപോലെ കൊണ്ടുവരണമെന്നൊന്നുമില്ല. പിന്നെ വീട്ടിൽ ഉള്ള സാധനം വെച്ചേച്ച് ചെയ്ത ഒരു കറിയായത്. ഇതിന് വേണ്ടി തന്നെയെന്ന് വെച്ചാൽ കൊഞ്ച് ആദ്യം പറഞ്ഞ പോലെ വലുതാവാം ചെറുതാവാം. തീരെ കുഞ്ഞി കൊഞ്ച് വേണ്ട, ഒരു ഇച്ചിരി വലിയ കൊഞ്ചാന്നേൽ എന്നാ പറയുക, കൊഞ്ച് ബേസിക്കലി വെന്ത് കഴിഞ്ഞാൽ ഇത് ഇച്ചിരി ചുരുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പണ്ടൊക്കെ എൻ്റെ വീട്ടിലുണ്ടല്ലോ ഈ കൊഞ്ച് തീയലൊക്കെ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പ്രത്യേകിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കൊഞ്ച് കിട്ടണമെങ്കിൽ മുങ്ങിത്തപ്പണമെന്ന് എന്ന് പറഞ്ഞ പോലെ എൻ്റെ വീട്ടിൽ തന്നെയല്ല, എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും കൊഞ്ച് വയ്ക്കുമ്പോൾ പറയുന്നത്. ഇച്ചിരി മുഴുത്ത കൊഞ്ചാന്നേൽ നല്ലതാണ്. അതുകൊണ്ട് അങ്ങനെ കണക്കാക്കി കുറച്ച് വലിയ കൊഞ്ച് മേടിക്കുക. അത് കഴിഞ്ഞ് വേണ്ടത് നമ്മുടെ വീട്ടിൽ എന്നാക്കിയുണ്ട് ബേസായിട്ടൊന്ന് ആലോചിച്ച് വയ്ക്കുക. ചെറിയ ഉള്ളി കാണും, ഇഞ്ചി വേണം, വെളുത്തുള്ളി വേണം, പച്ചമുളക്. ഇതിനകത്ത് ഞാൻ എക്സ്ട്രാ ഇട്ടേക്കുന്നത് തേങ്ങാക്കൊത്താണ്. ഈ എന്നാ പറയുക, ചിക്കനകത്തൊക്കെ തേങ്ങാക്കൊത്തൊക്കെ ഇടുമ്പോൾ ഭയങ്കര ടേസ്റ്റ് അല്ലേ. അതുകൊണ്ട് തേങ്ങാക്കൊത്ത് കടലക്കറിയിലും ഞാനിടും. എനിക്ക് പൊതുവേ ഭയങ്കര ഇഷ്ടമായി തേങ്ങാക്കൊത്ത് വറുത്ത് കഴിക്കാനായിട്ട്. അതുകൊണ്ട് കടലക്കറി ഞാൻ ബേസിക്കലി കടലക്കറിയിലിടും, ചിക്കൻ കറിയിലിടും, നാടൻ ചിക്കൻ കറിയിലൊക്കെ ഇടും. പിന്നെ ഇതേപോലെ കൊഞ്ച് ഇതിലൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. കണവയിലിടാൻ നല്ല, കണവ മീൻസ് കൂന്തൽ അല്ലേ, അങ്ങനെ പറയാം. പക്ഷേ ഇതിൽ ഞണ്ട് കറിയിലൊന്നും അങ്ങനെ ഇട്ടിട്ടില്ല. ഇങ്ങനത്തെ കറികളിലൊക്കെ തേങ്ങാക്കൊത്തിട്ടാൽ നല്ല ടേസ്റ്റ്. അതുകൊണ്ട് ഇതിനകത്ത് ഞാൻ തേങ്ങാക്കൊത്ത് ഇട്ടിട്ടുണ്ട്. ഇടാൻ പോവുക, ഇട്ടിട്ടില്ല എന്നല്ല, ഇടാൻ പോവുക. ഇനി അടുത്ത് തക്കാളി വേണം. തക്കാളി ഇല്ലെങ്കിൽ നാരങ്ങ നീരാവാം, അല്ലെന്നുണ്ടെങ്കിൽ വിനീഗർ ആവാം, ഇതല്ലെങ്കിൽ തൈരാവാം. ഇതും ഇല്ലെന്നുണ്ടെങ്കിൽ ഇച്ചിരി ടൊമാറ്റോ സോസ് ഒഴിച്ചാലും മതി, നല്ലതാണ്. പിന്നെ വേണ്ടിയ പൊടികൾ നമ്മുടെ ഷെൽഫിലിരിക്കുന്ന അതേ സാധനം ഏതൊക്കെയാണ്: മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി. ഗരം മസാല ഇതിനകത്ത് വേണ്ട, അതിന് പകരമാണ് പെരിഞ്ജീരകപ്പൊടി വേണം. പിന്നെ വേണ്ടത് കുരുമുളക് പൊടിയും. ഇത്രയേ സാധനമേ ഉള്ളൂ. ഇനി ഇത് ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം പാൻ കത്തിക്കുന്ന നമുക്ക് കൊഞ്ചൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയത് തുടക്കം എപ്പോഴും ഉള്ള പോലെ കുറച്ച് മഞ്ഞൾപ്പൊടി, എരിവ് അനുസരിച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്. ഇങ്ങനെ പുരട്ടി വെക്കാം. ഇനിയിപ്പോൾ ഇങ്ങനെ അല്ല, വേറൊരു രീതിയുണ്ട്, എളുപ്പ വഴി എങ്ങനെയാണെന്നറിയോ. ഇതിപ്പോൾ ഞാൻ കുറച്ചൊരു സമയം എടുത്ത് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പൊടിയെല്ലാം, അതായത് പെരിഞ്ജീരകവും കറിവേപ്പിലയും മാത്രം മാറ്റി വെച്ചിട്ട് ബാക്കി എല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് അരയ്ക്കുക. അതായത് ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, എല്ലാ പൊടിയും, ഉപ്പ് ഇതെല്ലാം ചേർത്ത് വെച്ച് നല്ലോണം അരച്ചിട്ട് ആ അരപ്പിൻ്റെ പകുതി ഈ കൊഞ്ചിനകത്തിട്ട് പുരട്ടി വെക്കണം. ഇപ്പം ഞാനൊരു ഇച്ചിരി പൊടി ഇട്ടെങ്കിൽ പോലും ഞാൻ ഇച്ചിരി കൂടെ ഒന്ന് അരയ്ക്കും കേട്ടോ. ഫസ്റ്റ് അടുപ്പ് കത്തിച്ച് വെച്ച് ഇതിന് കംപ്ലീറ്റ് വെളിച്ചെണ്ണയാണ്. എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക്,
എണ്ണ ചൂടാവാതെ കടുക് ഇടരുതെന്നാണ് എല്ലാ അമ്മമാരും പറയാറുള്ളത്. പക്ഷെ പറഞ്ഞാൽ കേൾക്കുന്ന അനുസരണ കുറച്ച് കൂടുതലായതുകൊണ്ടും ക്ഷമ ഇല്ലാത്തതുകൊണ്ടും എന്നാ ചെയ്യുന്നറിയോ, നേരത്തെ ഇട്ടുപോകും. ആ ശീലം അങ്ങനെ വരുന്ന കേട്ടോ, തെറ്റിദ്ധരിക്കല്ലേ. എന്തായാലും ഓൾമോസ്റ്റ് കടുക് ചൂടായി. അതുകൊണ്ട് കടുക് പൊട്ടാതെ ഞാൻ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ഇടുകയില്ല. പക്ഷെ അത് ഇടുന്നതിന് മുമ്പ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ചതയ്ക്കണമെങ്കിൽ നമുക്ക് എന്താ ചെയ്യുക, നമ്മുടെ വീട്ടിലെല്ലാം സ്ഥിരം ഉള്ള സാധനം ഇപ്പം എല്ലാവരുടെ വീട്ടിലും ഇല്ലേ ഇടികല്ല്, അത് വെച്ച് നമുക്കൊന്ന് ഇരിക്കാം. കുറച്ച് ഞാൻ മിക്സിയിൽ അരയ്ക്കുകയും ചെയ്യും കേട്ടോ, ഇതിൻ്റെ ടേസ്റ്റ് വേറെയാ. വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം ഇട്ട് ചതയ്ക്കാം. കടുക് പൊട്ടി. ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ തീ കുറച്ച് വെച്ച് തേങ്ങാക്കൊത്ത് ഇടുവാണേ. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് മൂപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. ചിലർ ഈ പായസത്തിലൊക്കെ ഇടുന്ന പോലെ നല്ലോണം മൂപ്പിക്കും. അതല്ല, ചെറിയൊരു മൂപ്പ് മതിയെങ്കിൽ അങ്ങനെ മതി. ഞാനൊരു ലൈറ്റായിട്ടേ മൂപ്പിക്കുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ കടിക്കാൻ വെച്ചിട്ട് ഇത് മൂക്കും തോറും കടിക്കാൻ പാടാണേ. ഇത് നല്ലോണം ചതച്ച് നമ്മുടെ ഈ തേങ്ങ മൂത്തതിനകത്തോട്ട് ഇടണം. ചെറിയ ഫ്ലെയിം കുറച്ചോട്ടെ. ഇനി ഈ ഉള്ളി അരപ്പൊന്ന് മൂക്കണേ. അതായത് അതിൻ്റെ ഒരു പച്ചച്ചൊവയില്ലേ, അതൊന്ന് മാറിയേക്കാമെങ്കിൽ നമുക്ക് അരപ്പൊക്കെ ചേർക്കാം. ഇനിയിപ്പോൾ അതെന്താ ചെയ്യണമെന്നറിയാം, ഒരു ചെറിയൊരു കാര്യമേ ഉള്ളൂ. ഇത് ചതച്ചിട്ടു, ഓക്കെ, അത്രയും മതിയെന്നുണ്ടെങ്കിൽ ഓക്കെ. അതല്ല, ഇച്ചിരി അരപ്പും കൂടെ ചേർക്കുവാണെങ്കിലുണ്ടല്ലോ, അരപ്പ് ഇതിനകത്തും ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ എൻ്റെ ഒരു മനസ്സിൻ്റെ തൃപ്തിയാണ് ഞാൻ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തക്കാളി ഒഴിച്ച്, പെരിഞ്ചീരകം ഒഴിച്ച്, കറിവേപ്പില ഒഴിച്ച്, ബാക്കി എല്ലാം ചേർത്തിട്ട് ഒന്ന് നല്ല മഷി പോലെ അരയ്ക്കണം. അതായത് അളവ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ചിലർക്ക് ഭയങ്കര എരിവ് കൂടുതലായിരിക്കും, ചിലർക്ക് എരിവ് കുറവായിരിക്കും, ചിലർക്ക് മീഡിയം ആയിരിക്കും. അത് നമ്മളെ വീട്ടിലുള്ള അമ്മമാർക്ക് അറിയാമല്ലോ എത്ര വേണം എന്നുള്ളത്. അതനുസരിച്ച് പൊടി ചേർത്തേച്ചാൽ മതി. ഇപ്പം ഞാൻ ചേർക്കാൻ പോകുന്ന അളവ് ഞാൻ കാണിച്ചു തരാം. ഇഞ്ചിയും വെളുത്തുള്ളി നമ്മൾ ഓൾറെഡി ഇതിനകത്ത് ചതച്ചിട്ടിട്ടുണ്ട്. പക്ഷെ ചെറിയ ഉള്ളിയുടെ സ്വാദ് എപ്പോഴും മീനിൻ്റെ ഏത് ഐറ്റം വെച്ചാലും ചെറിയ ഉള്ളിയുടെ സ്വാദ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക സ്വാദ് തന്നെയാണ്. അതുകൊണ്ട് അത് വേണ്ടാന്ന് വെക്കണ്ട. ഇതിനകത്തോട്ട് തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ കൊഞ്ചിലിട്ടിട്ടുണ്ട്, അത്രയും വേണ്ട. എന്നാലും ഒരുപാട് മഞ്ഞ ആയാലുണ്ടല്ലോ ഈ പറഞ്ഞ പോലെ അതിന് എന്താ പറയുക, മഞ്ഞ മുമ്പിട്ട് നിൽക്കും, അതിൻ്റെ ഒരു ചുവ വരും, വേണ്ട. മുളക് പൊടി കൊഞ്ചിനകത്ത് ഇട്ടിട്ടുണ്ട്, പക്ഷെ എന്നാൽ ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചേർക്കുന്ന കുറച്ച് കുരുമുളക് പൊടി. ഉപ്പ് നമ്മൾ കൊഞ്ചിലിട്ടിട്ടുണ്ട്, നോക്കിയിട്ടിട്ടാൽ മതി. എന്നാലും ഇതൊക്കെ അരയ്ക്കുമ്പോഴത്തേക്ക് ഒരു കൊഴുപ്പ് കിട്ടും കറിക്ക്, അതിന് വേണ്ടിയിട്ടാട്ടോ. വേണമെന്ന് മസ്റ്റൊന്നുമില്ല, പക്ഷെ എന്നാലും അരച്ചാൽ നല്ലത്. ഇനി ഈ ഉള്ളി മൂക്കാനൊന്നും അധികം നേരമൊന്നും വേണ്ട, കുറച്ച് നേരം മതി. പക്ഷെ എന്നാൽ ആ കുറച്ച് നേരം കൊണ്ട് ഈ കുറച്ച് അരപ്പൊന്ന് അരച്ചോണ്ട് വരാവേ. വേണ്ടേ, മഷി പോലെ അരച്ചിട്ടുണ്ടേ. വേണ്ടേ, ആ സമയം കൊണ്ട് ഉള്ളി മൂത്തിട്ടുണ്ട്. ഇനി എന്നാ ചെയ്യണമെന്നറിയോ, ഒരു തക്കാളി അങ്ങ് അരിഞ്ഞിടുക. ഇട്ടേച്ച് കുറച്ചൊന്ന് മൊരിഞ്ഞ് വരികയല്ലേ. അതായത് തക്കാളി മൊരിയാനല്ല, അതിൻ്റെ ആ ഒരു എന്നാ പറയുക, ആ ഒരു തക്കാളിക്ക് പൊതുവെ ഒരു കട്ടി അങ്ങനെയല്ല, ചെറിയ കട്ടിയില്ലേ, അതൊന്ന് സോഫ്റ്റനായി കഴിഞ്ഞാൽ നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന അരപ്പിനകത്തോട്ട് ചേർക്കണം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വേണ്ടേ, ഇപ്പം തന്നെ ആ തക്കാളിയിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി അതിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ ഈ അരപ്പിനകത്തോട്ട് ഇടാൻ പോവാം. എരിവിൻ്റെ അളവൊക്കെ നിങ്ങൾ നോക്കിക്കോണം. നമ്മുടെ എരിവിൻ്റെ അല്ലെങ്കിൽ ചിലർക്ക് എരിവ് കൂടും, ചിലപ്പോൾ ഞാൻ ഈ ഇടുന്ന അളവ് പോലും ചിലപ്പോൾ ചിലർക്ക് ഒക്കുകയില്ല. ഉപ്പ് ഞാൻ അരപ്പിൽ ചേർത്തിട്ടുണ്ട്, കൊഞ്ചിലും ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഉള്ളി വാടാനായിട്ട് ഞാൻ ഉപ്പ് ചേർത്തില്ല. ഇനി ഒരു ഇച്ചിരി ഫ്ലെയിം കൂട്ടിയേച്ചേ
ഉത്തരം ഞാൻ പറയുന്ന പോലെ തന്നെ ഇതിൻ്റെ പച്ചച്ചൊവയൊന്ന് മാറണം, മാറിയേച്ച് ആ എണ്ണയൊന്ന് തെളിയണം. ഇതേപോലെ കുറച്ച് അരപ്പ് വേണ്ട എന്ന് തോന്നുവാണ് എങ്കിൽ മാത്രം മൊത്തത്തിൽ അരച്ച് ചേർത്തേച്ചാൽ മതി. അരപ്പിച്ചിരി അതിന് വേണമെന്ന് തോന്നുവാന്നേൽ ഉള്ളി ചതച്ച് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ച് അങ്ങനെ ചേർത്താൽ മതി. എവിടെ പോയിട്ട് കൊഞ്ച് കഴിച്ചപ്പോഴത്തേക്കും ഉണ്ടല്ലോ മിക്ക സ്ഥലത്തും ഏകദേശം ഒരേ പൊടികളൊക്കെ തന്നെയാണ് ചേർക്കുന്നത്. വലിയ വ്യത്യാസമില്ല. ഇന്ന് ചിലർ മാത്രമേ ഉള്ളൂ ഇങ്ങനെ പെരിഞ്ചീരം ചിലടത്ത് ചേർക്കാറുണ്ട്, ചിലടത്ത് അത് ചേർക്കാറില്ല. അങ്ങനെ വ്യത്യാസമേ ഉള്ളൂ. പക്ഷെ ഞാൻ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് എങ്ങനെ ആവും എന്നറിയാമല്ലോ. തക്കാളി ചേർക്കുന്നതിനേക്കാട്ടിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഞാൻ നോക്കിയിട്ട് വിനീഗർ ചേർക്കുമ്പോഴാണ് വരുന്നത്. വിനീഗർ ചേർക്കുമ്പോൾ ഈ അരപ്പുണ്ടാവില്ല. ഇനിയിപ്പോൾ അതിൻ്റെ ആ ഒരു പച്ചമണം മാറിയിട്ടുണ്ട്. അന്നേരം ഞാൻ ഈ കൊഞ്ച് ചേർക്കുക. കൊഞ്ചിനും വലിയ വേവൊന്നും ഇല്ലെന്നാണ് നമ്മളെ കുറേ ലെജൻസ് പഠിപ്പിച്ചത്. പക്ഷേ എന്നാലും ഞാൻ അതേപോലെ അനുസരിക്കും. ഓക്കെ, അനുസരിച്ച് അന്ന് എനിക്കൊരു സൈക്കോ ഉണ്ടായിരുന്നു. എന്നറിയോ, ഇത്ര 7 മിനിറ്റ് കൊണ്ട് കൊഞ്ച് വേവോ എന്നൊക്കെ ടെൻഷനായിരുന്നു. പക്ഷെ അന്ന് അദ്ദേഹം അത് പറഞ്ഞു തന്നുകൊണ്ട് എനിക്ക് മനസ്സിലായി വെറും 7 മിനിറ്റ്സ് മതി. പക്ഷെ ആ 7 മിനിറ്റ്സ് എന്ന് പറയുന്ന സാധനം ഞാൻ എന്നറിയോ കൊഞ്ചൊന്ന് അടച്ചിട്ട് വേവിക്കാം. അതല്ലേ അദ്ദേഹവും അടച്ചിട്ടിട്ടാണ് വേവിച്ചത്. അപ്പോൾ എനിക്കൊരു കുറച്ചുകൂടെ ഒരു കോൺഫിഡൻസ് ആണ് കൊഞ്ച് വെന്തു എന്നുള്ളത്. നല്ല മണമുണ്ട്, എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട്. ഇങ്ങനത്തെ ഗ്രേവിയാണ് വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തേച്ചാൽ മതി. അതല്ല കുറച്ചുകൂടെ ഡ്രൈ ആക്കണമെങ്കിലാണ് കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് വരുന്നത്. ഇനി എന്നാ ചെയ്യേണ്ടതെന്നറിയോ, കുറച്ച് പെരിഞ്ജീരകപ്പൊടി. പെരിഞ്ജീരകപ്പൊടിയൊക്കെ ഒരുപാട് ഇടരുത്, കുറച്ചിട്ടേച്ചാൽ മതി. അതിൻ്റെ കൂടെ ഒരു ഇച്ചിരി കുരുമുളകും കൂടി ഇടുവാണേ. ഇതൊരു ടേസ്റ്റാണ്. ഇതിനിപ്പോൾ ഇത് പൊടിയല്ല, ചതച്ചിടുവാന്നേലും നല്ല ടേസ്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു നാടൻ ഭക്ഷണം വെക്കുവാന്നേലും ഒരു കറി വെക്കുവാന്നേൽ എൻ്റെ കറിയിൽ ഇഷ്ടം പോലെ കറിവേപ്പില കാണും. അത് ഈ പല സ്റ്റേജസിലായിട്ട് ഇടുമ്പോഴത്തേന് ആ കറിവേപ്പിലയുടെ മണവും കൂടെ വരുമ്പോൾ ഉണ്ടല്ലോ കറിക്കൊരു പ്രത്യേക സ്വാദ് വരും എന്നാണ് എൻ്റെ വിശ്വാസം. ഇതിനി ചെറിയ തീയിൽ വെച്ചിട്ട് ഇച്ചിരി മുരിച്ചെടുക്കാം. അതല്ല ഇത് എണ്ണ അടയ്ക്കണ്ട, അടച്ചിടുന്നെങ്കിൽ അടച്ചിടാം. എണ്ണ തെളിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പാകമായി എന്നാൽ ഒരുപാട് നേരം വേണ്ട. നമ്മളെ അത് ഷെഫ് പഠിപ്പിച്ച മാതിരി ഇതിന് 4 to 5 അല്ലെങ്കിൽ മാക്സിമം പോയ 7 മിനിറ്റ്സ് ആണ് ഒരു കൊഞ്ചിൻ്റെ വേവ് എന്ന് പറയുന്നത്. ശരിയാട്ടോ, അദ്ദേഹം പറഞ്ഞാൽ കറക്റ്റാണ്. കറക്റ്റ് വേവാണ്, റബ്ബറി അല്ല, പിന്നെന്താ പറയുക ഒത്തിരി ഹാർഡല്ല. നമുക്ക് നല്ല സോഫ്റ്റായിട്ട് അതിൻ്റെ ആ ടേസ്റ്റിൽ കഴിക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ഇതിനെ ഒരുപാടിട്ട് ഉപദ്രവിക്കില്ല. അദ്ദേഹം പറഞ്ഞ വാക്ക് പാലിച്ചുകൊണ്ട് ഞാനിപ്പോൾ ഇത് ഓഫ് ചെയ്തിട്ട് ഇനി ഒന്ന് പ്ലേറ്റ് ചെയ്യട്ടെ. Kitchen. Let's cook with love.